നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദ് രാജ്. ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സയാറ്റിക്ക ഒരു മെഡിക്കൽ ടേമാണ്, എങ്കിൽ കൂടി സർവ്വസാധാരണയായി വളരെ സാധാരണക്കാർക്ക് എല്ലാം അറിയാവുന്നൊരു വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് സയാറ്റിക്ക. അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ എന്താണ് സയാറ്റിക്ക എന്നുള്ളത് ഒന്ന് ചെറുതായിട്ട് പറയാം. എങ്കിലും ഈ വീഡിയോയിൽ സയാറ്റിക്ക എന്താണ് എന്നുള്ളതല്ല പറയാൻ പോകുന്നത്. സയാറ്റിക്ക എന്നത് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളതാണ്. നമുക്ക് പലർക്കും എല്ലാവർക്കും ഒരിക്കലും കുറച്ച് പേർക്കെങ്കിലും അറിയാം ഡിസ്ക് ബൾജ് കൊണ്ടാണ് സയാറ്റിക്ക വരുന്നതെന്നാണ്. എങ്കിൽ ഡിസ്ക് ബൾജ് മാത്രമാണോ സയാറ്റിക്കയുള്ള കാരണം, അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കാണാം. സയാറ്റിക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലർക്കും അറിയാമെങ്കിലും ഞാൻ വലിയൊരു അനാറ്റമിയിലേക്കും ഒന്നും പോകുന്നില്ല. എങ്കിലും വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മുടെ നട്ടെല്ലിൽ നിന്നും കാലിൻ്റെ പിന്നിലൂടെ വരുന്ന ഏറ്റവും വലിയ നെർവുകളിൽ ഒന്നാണ് സയാറ്റിക് നെർവ്. സയാറ്റിക് നെർവിൽ കൂടെ ഉണ്ടാവുന്ന വേദന അല്ലെങ്കിൽ കാലിലേക്ക് പ്രവഹിക്കുന്ന വേദനയ്ക്ക് പറയുന്ന മെഡിക്കൽ ടേമാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് സാധാരണ അറിയാവുന്ന പോലെ തന്നെ ഡിസ്ക് ബൾജാണ് പ്രധാനമായിട്ടും നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാരണം. പക്ഷേ ഡിസ്ക് ബൾജ് മാത്രമല്ല സയാറ്റിക്ക ഉണ്ടാകാനുള്ള കാരണങ്ങൾ. സയാറ്റിക്ക ഉണ്ടാകാൻ മറ്റ് അനവധി കാരണങ്ങളുണ്ട്. സ്വാഭാവികമായും ഡിസ്ക് ബൾജ് ഒരു കാരണം തന്നെയാണ്, എങ്കിലും ഡിസ്ക് ബൾജ് മാത്രമല്ല. അപ്പം ഓരോ കാരണങ്ങളും ഞാനൊന്ന് ചെറുതായിട്ട് വിശദീകരിച്ചൊന്ന് പോകാം. ആദ്യത്തെയും പ്രധാനപ്പെട്ട കാരണം നമുക്ക് എപ്പോഴും പറയുന്നത് ഡിസ്ക് ബൾജ് തന്നെയാണ്. ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ കശേരുക്കൾക്ക് അല്ലെങ്കിൽ നട്ടലിൻ്റെ കശേരുക്കൾക്കിടയിൽ കാണുന്ന ജെല്ലി പോലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഡിസ്ക് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഡിസ്ക് ഈ പറഞ്ഞ പോലെ മേളത്തെയും താഴത്തെയും കശേരുക്കൾ അമരുമ്പോൾ മുന്നോട്ട് ബൾജ് ചെയ്ത് വരികയും അതുവഴി ഞെർവിൽ ടച്ച് ചെയ്യുകയും അല്ലെങ്കിൽ കംപ്രഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ വേദനയ്ക്കാണ് നമ്മൾ സയാറ്റിക്ക. അപ്പോൾ അങ്ങനെ തന്നെ ഈ നെർവ് കംപ്രഷൻ ഈ ഡിസ്ക് ബൾജ് കൊണ്ട് ഉണ്ടാവുമ്പോൾ ഒരു കാരണമാണ്. അപ്പോൾ ഹെർണിയേറ്റഡ് ഡിസ്ക് ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. ഇനി അതുപോലെ തന്നെയുള്ള മറ്റൊരു കാരണമാണ് സ്പൈനൽ സ്റ്റീനോസിസ്. സ്പൈനൽ സ്റ്റീനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഷുമ്നാ നാഡി പോകുന്ന ഒരു കനാലുണ്ട്, സ്പൈനൽ കനാൽ. ആ സ്പൈനൽ കോമൺലി പറയുന്നത് ഫോറാമൻ മാഗ്നം എന്ന് പറയും. അപ്പോൾ ആ സ്പൈനൽ കനാലിൻ്റെ വ്യാപ്തി കുറയുകയാണെങ്കിൽ, കാരണം അതിലൂടെയാണ് സുഷുമ്നാ നാഡി, അപ്പോൾ അതുവഴി അതിനോടനുബന്ധിച്ചുള്ള ഞരമ്പുകളും ഒക്കെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഞരമ്പുകൾ കംപ്രസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. അപ്പം ഈ സയാറ്റിക് നെർവും ഇതേ കനാലിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ സ്പൈനൽ കനാലിൻ്റെ വ്യാപ്തി കുറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റീനോസിസ് ഉണ്ടാവുമ്പോൾ ഉള്ള കാരണം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിൽ ഈ ഡിസ്ക് ബൾജ് തന്നെയാണ്. അപ്പോൾ ഈ ഡിസ്ക് ബൾജ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കനാലിൻ്റെ വ്യാപ്തി കുറയുകയും സ്റ്റീനോസിസ് ഉണ്ടാവുകയും ചെയ്യും. എങ്കിൽ അത് മാത്രമല്ല സ്റ്റീനോസിസിനുള്ള കാരണം. സ്റ്റീനോസിന് മറ്റ് അനവധി കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ആണ് ഡിസ്ക് ബൾജ്. പക്ഷേ അതുപോലെ തന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് ഈ എന്തെങ്കിലും ഒരു ട്യൂമർ സ്പൈനൽ കനാലിൻ്റെ സ്പൈനോട് അനുബന്ധിച്ചുണ്ടാകുന്ന എന്തെങ്കിലും ട്യൂമറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ കനാലിലേക്ക് ഇറങ്ങി വരികയും ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാനുള്ളൊരു കാരണമാണ്. പിന്നെ പ്രായാധിക്യം. സ്വാഭാവികമായും പ്രായാധിക്യം വരുമ്പോൾ ഏജിങ് ഉണ്ടാകുമ്പോൾ തേയ്മാനം വരികയും തേയ്മാനം വരുന്ന സമയത്തും ഇതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഈ കനാലിൻ്റെ വ്യാപ്തി കുറയാനുള്ളൊരു പോസിബിലിറ്റിയാണ്. പിന്നെ അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയാറുള്ളത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു കാരണമാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാനുള്ള കാരണം. ഇങ്ങനെ ഈ സ്പൈനൽ സ്റ്റീനോസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങളെല്ലാം പലതാണ്. ഈ കാരണങ്ങളെല്ലാം തന്നെ സയാറ്റിക്കയിലേക്ക് നയിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് സയാറ്റിക്ക ഡിസ്ക് ബൾജ് കൊണ്ട് മാത്രമല്ല സ്പൈനൽ സ്റ്റീനോസിസും സയാറ്റിക്കയായി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇനി ഇതുപോലെ മൂന്നാമത്തെ വേറൊരു കാരണമാണ് സ്പോണ്ടിലോലിസ്ഥിസിസ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാരണമാണ്. സയാറ്റിക്ക എന്ന് പറയുമ്പോൾ ഡിസ്ക് ബൾജ് ആണല്ലോ, പക്ഷേ ഡിസ്ക് ബൾജ് മാത്രമല്ല, ഈ പറഞ്ഞ സ്പോണ്ടിലോലിസ്ഥിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേയ്മാനമല്ല, നമ്മളുടെ കശേരുക്കൾ ഒന്നിനു മുകളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു താഴെ ഇരിക്കുന്ന കശേരിൻ്റെ തൊട്ട് മുകളിലത്തെ കശേര സ്വല്പം മുന്നോട്ട് തള്ളി മാറുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സ്പോണ്ടിലോലിസ്ഥിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്പോണ്ടിലോലിസ്ഥിസിസ് ഉണ്ടാകുന്ന അവസരത്തിലും ഇതുപോലെ തന്നെ സയാറ്റിക്ക ഉണ്ടാവുക വളരെ സാധാരണയായിട്ടൊരു കാരണമാണ്. പിന്നെ അടുത്ത ഒരു കാരണമാണ് പെൽവിക് ഇഞ്ചുറി. നമ്മുടെ ഇടുപ്പെല്ല്, നട്ടെല്ല് നടുക്കൂടി ഇടുപ്പിലുണ്ടാവുന്ന എന്തെങ്കിലും ക്ഷതങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാരണമാണ് സാക്രോ ഇലിയാക് ജോയിന്റ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇടുപ്പെല്ല് നമ്മുടെ നട്ടെല്ലിലോട്ട് ഘടിപ്പിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ SI ജോയിന്റ് അല്ലെങ്കിൽ സാക്രോ ഇലിയാക് ജോയിന്റ് എന്ന് പറയുന്നത്. SI ജോയിന്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവർ ഡിസ്ഫങ്ഷൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ചിലപ്പം ചെറിയ സ്ലിപ്പ് ആവാം.
നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളൊന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് കാലിടറി, അല്ലെങ്കിൽ ഒരു കയ്യിൽ വെയിറ്റ് എടുത്തുകൊണ്ട് കുറേ സ്റ്റെപ്പ് കയറേണ്ടി വന്നു, ഒരു കയറ്റം കയറേണ്ടി വന്നു. ഈ സമയത്തൊക്കെ തന്നെ ഈ ഇടുപ്പല്ലും നട്ടലും കൂടെ ചേർന്ന് ഈ ജോയിന്റ് ചെറുതായിട്ട് സ്ലിപ്പ് ആവാനും, ആ സമയത്ത് അതിലെ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒരു ദ്വാരത്തിലൂടെയാണ് ഈ സയാറ്റിക് നെർവ് താഴേക്ക് കാലിൻ്റെ പിൻഭാഗത്തേക്ക് പോകുന്നത്. അന്നേരം ഇന്നർ കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ പേഷ്യൻറ്റിന് നമുക്ക് ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ സ്പൈനൽ സ്റ്റീനോസിസോ ഒന്നും കാണത്തില്ല. പക്ഷേ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ സയാറ്റിക്ക ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ. അപ്പം അത് ഈ SI ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ ഒരു കാരണമാണ്. സാക്രോലൈറ്റിസ്, അതായത് ഈ SI ജോയിൻറ്റ് തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ തണ്ടൽ ഇടുപ്പിലോട് ചേർന്ന് ഈ ജോയിൻറ്റിൽ തന്നെ ഉണ്ടാവുന്ന നീർക്കെട്ട് ഒരു കാരണങ്ങളാണ്. അപ്പോൾ അത് പിന്നെ ഇത് കൂടാതെ ഇടുപ്പലിന് നേരിട്ട് എന്തെങ്കിലും ഒരു ക്ഷതം, നേരിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന നമ്മൾ നടന്നു സൈഡിൽ നിന്ന് വണ്ടി വന്ന് ഇടിക്കുക, അതുപോലെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പെട്ടെന്നുള്ള കംപ്രഷനിലും ഈ പറഞ്ഞ സയാറ്റിക് നെർവിന് കംപ്രഷൻ ഉണ്ടാകാനും സയാറ്റിക്ക ഉണ്ടാകാൻ പോസിബിലിറ്റിയാണ്. പിന്നെ പെൽവിക് ഫ്രാക്ചർ, ഇടുപ്പലിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഫ്രാക്ചർ, ഇടുപ്പൽ എന്ന് പറയുമ്പോൾ അത് 3 അസ്ഥികളാണ്, ഒരൊറ്റ അസ്ഥിയല്ല. അപ്പോൾ 3 അസ്ഥികളിൽ ഏതെങ്കിലും അസ്ഥിക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നമുക്ക് സയാറ്റിക്ക ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് മറ്റൊരു റീസണാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട സയാറ്റിക്കയുടെ റീസണാണ് പൈറിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ എല്ലാം ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ. പൈറിഫോമിസ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സയാറ്റിക്ക തന്നെയാണ്, പക്ഷേ ആ പേഷ്യൻസിന് നട്ടലിൽ നിന്നായിരിക്കും ഒരു പെയിൻ പറയുന്നത്. അവർക്ക് അവരുടെ പൃഷ്ഠം അഥവാ ബട്ടക്സിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്കായിരിക്കും അവർ എപ്പോഴും പെയിൻ പറയുന്നത്. അത് ഈ ഗ്ലൂട്ടിയസ് മസിലിൻ്റെ അടിയിൽ കാണുന്ന പൈറിഫോമിസ് എന്ന് പറയുന്ന മസിലിൻ്റെ അണ്ടറിലൂടെയാണ് ഈ സയാറ്റിക് നെർവ് പോകുന്നത്. ആ മസിൽ ടൈറ്റ് ആവുന്ന എന്ത് കാരണം കൊണ്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പാകാം, അല്ലെങ്കിൽ അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഏതെങ്കിലും പോസ്റ്റർ ആവാം. ഇങ്ങനെ പൈറിഫോമിസ് മസിൽ ടൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ചില എക്സസൈസസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ പൈറിഫോമിസ് ടൈറ്റ് ആവുന്ന സമയത്ത് സയാറ്റിക് നെർവ് കംപ്രഷൻ ഉണ്ടാവുകയും അതുവഴി സയാറ്റിക്ക ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സ്ട്രക്ചറലി നമുക്ക് വരുന്ന പ്രോബ്ലംസ് കൊണ്ടുണ്ടാകും സയാറ്റിക്ക. ഇനി ഇതൊന്നും അല്ല സയാറ്റിക്ക ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഉള്ള സയാറ്റിക്ക അഗ്രിവേറ്റ് ചെയ്യാനുള്ള വേറെ കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ പറഞ്ഞ പോലെ അമിതമായ സിഗരറ്റ് വലി, സ്മോക്കിംഗ് ഒരു കാരണമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കത്തില്ലെന്നേ, പക്ഷേ അമിതമായ സിഗരറ്റ് വലിയുള്ള ആൾക്കാർക്ക് സയാറ്റിക്ക വളരെ സാധാരണയായി കാണുന്നു എന്നുള്ള സ്റ്റഡീസ് നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ ക്ലിനിക്കലി അത് ഒരുപാട് കാണുന്നതുമാണ്. അപ്പോൾ സ്മോക്കിംഗ് അതിനെ അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഒബ്വിയസ്ലി ഒബിയസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത്, നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ അവർ നോർമലി അവരുടെ ലോഡോട് സ്പൈനൽ നട്ടലിൻ്റെ വളവുകൾക്കൊക്കെ തന്നെ ചെറിയ വ്യതിയാനം സംഭവിക്കുകയും അതുവഴി സയാറ്റിക്ക ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അപ്പം ഓവർ വെയിറ്റ് ഒരു കാരണമാണ്. പിന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, നമ്മൾ പലപ്പോഴും ഇതൊന്നും സയാറ്റിക്ക ഉണ്ടാവാനുള്ള കാരണമല്ല, ഉള്ള സയാറ്റിക്ക അഗ്രിവേറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് സയാറ്റിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B12 കുറവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സയാറ്റിക്ക കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് സയാറ്റിക്ക ഉണ്ടാവാനുള്ള മറ്റ് പല കാരണങ്ങൾ. അതുപോലെ തന്നെ കണ്ടുവരുന്ന വേറൊരു കാരണമാണ് ഹൈ സ്ട്രെസ് ലെവൽ. അതായത് നമ്മുടെ ടെൻഷന്, നമുക്ക് ഇമോഷണൽ സ്ട്രെസ്സ് ഒരുപാട് അധികമായിട്ടുള്ള ആൾക്കാരിൽ സയാറ്റിക്ക കാണാറുണ്ട്. അത് കാരണം ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോഴത്തേക്ക് നോർമലി നമ്മളുടെ നടുവിന് ചുറ്റുമായിട്ടുള്ള മയോഫേഷ്യ ടൈറ്റ് ആവാറുണ്ട്. മയോഫേഷ്യൽ ടൈറ്റ്നെസ് കൊണ്ട് ചിലപ്പോൾ എൻട്രാപ്പൻ ന്യൂറോപ്പതി ആയിട്ട് വരാറുണ്ട്. പക്ഷേ അല്ലെങ്കിൽ കാലിലേക്ക് പോകുന്ന തുടയുടെ പിന്നിലുള്ള മയോഫേഷ്യ ടൈറ്റ് ആകുമ്പോഴും എൻട്രാപ്പൻ ന്യൂറോപ്പതി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ എൻട്രാപ്പൻ ന്യൂറോപ്പതി കൊണ്ട് മാത്രമാണെന്നില്ല, അല്ലെങ്കിൽ തന്നെ സ്ട്രെസ് ലെവൽ കൂടുമ്പോഴത്തേക്ക് സ്ട്രെസ് ഹോർമോൺസിൻ്റെ വ്യതിയാനം കൊണ്ടും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സയാറ്റിക്ക കാണാറുണ്ട്. ഇപ്പം സയാറ്റിക്ക അഥവാ കാലിലേക്ക് നടുവിൽ നിന്നും പ്രവഹിക്കുന്ന വേദന ഉണ്ടാവാനുള്ള കാരണം ഡിസ്ക് ബൾജ് മാത്രമല്ല, മറ്റനവധി കാരണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.